നാം ഉപേക്ഷിച്ച ദ്വാരക അതിവേഗം സമുദ്രത്തിനിരയാകും. അവിടുള്ള സകലതും നശിക്കും. എന്നാൽ ദ്വാരകയിൽ നാം പൂജിച്ചു വന്ന ദിവ്യവിഗ്രഹം നശിക്കാനുള്ളതല്ല. അതാ ദ്വാരക മുഴുവൻ സമുദ്രം വിഴുങ്ങിക്കഴിഞ്ഞു. ഇനി ആ ദിവ്യവിഗ്രഹം വീണ്ടെടുക്കുന്നത് എങ്ങനെ? അതാ ആ വിഗ്രഹം. ശരിയാണ്, അതുതന്നെയാണ് ആ വിഗ്രഹം. ആഹാ, ജനകോടികളുടെ മഹാഭാഗ്യം. ഇനി ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനുള്ള പുണ്യഭൂമി കണ്ടുപിടിക്കണം. വൈദേവ, വരൂ, നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. സാക്ഷാൽ വൈകുണ്ഠവാസിയായ വിഷ്ണു പരമാത്മാവിന്റെ പുണ്യവിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ പറ്റിയിടം ഈ പരശുരാമക്ഷേത്രം തന്നെയാണ്. ഗുരുവായ അങ്ങും വായുവും ചേർന്ന് പ്രതിഷ്ഠിക്കുന്നതുകൊണ്ട് ഇവിടം ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധി നേടും. കലിയുഗത്തിലെ ജനകോടികൾ ഈ പുണ്യവിഗ്രഹത്തെ പൂജിച്ച് ജന്മസാഫല്യം നേടും.